പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ നിന്നും മുങ്ങി നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. നീറ്റ് വിഷയത്തിൽ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിപക്ഷ ചോദ്യം ഭയന്നാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി സഭയിൽ എത്താതിരുന്നത്. ഈ സമയങ്ങളിൽ സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ താണ്ഡവമായിരുന്നു. നീറ്റിൽ തുടങ്ങി അയോധ്യ വിഷയം വരെ സഭയിൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധി ബിജെപിയുടെ ഉറക്കം കെടുത്തി. ഇതോടെ രണ്ടും കൽപ്പിച്ചിറങ്ങിയ ബിജെപിക്കാർ തിരിച്ചടി നൽകുവാനുള്ള ഒരുക്കത്തിലാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിജെപി സർക്കാർ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനകൾ അപഹരിച്ചതിനെതിരെ പാർലമെന്റ് സമുച്ചയത്തിൽ നടന്ന പ്രതിഷേധം ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അടക്കം 3 എംപിമാർക്കെതിരെ ഉത്തർപ്രദേശിലെ വാരണാസി പോലീസ് കേസെടുത്തിരിക്കുന്നത്. സനാതന ധർമ്മത്തെ അപമാനിക്കുകയും മതവികാരം വ്രണപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിലാണ് നടപടി. സ്വതന്ത്ര MP പപ്പു യാദവ്, SP നേതാവും അയോധ്യ MPയുമായ അവധേഷ് പ്രസാദ് എന്നിവരാണ് കേസിലെ മറ്റ് MPമാർ. പ്രതിഷേധത്തിനിടെ രാമനെയും സനാതന ധർമ്മത്തെയും അപമാനിച്ചെന്നാരോപിച്ച് സന്യാസിമാർ പരാതി നൽകിയെന്നും അതുകൊണ്ട് കേസെടുത്തുവെന്നുമാണ് പോലീസിന്റെ ഭാഷ്യം. വാരണാസി കോട്ട്വാലി പോലീസ് സ്റ്റേഷനിലാണ് കേസുള്ളത്. കാശി സോൺ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഗൗരവ് ബൻസവാൾ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ പിന്നിൽ BJP ആണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കേസിൽ കുടുക്കിയാൽ പിന്നെ പാർലമെന്റിൽ രാഹുലിന്റെ ശല്യം ഉണ്ടാകില്ലെന്ന് തിരിച്ചറിയുന്നുണ്ട് BJP. അതിനുള്ള ചവിട്ടുപടിയാണ് ഈ കേസ്. നേരത്തെ വിവാദ പ്രസംഗത്തിന്റെ മറവിൽ രാഹുൽ ഗാന്ധിയെ കേന്ദ്ര സർക്കാർ അയോഗ്യനാക്കിയിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിക്ക് തിരികെ പാർലമെന്റിൽ കടക്കാൻ സാധിച്ചത്. ഇതേ നീക്കമാണ് വാരണാസി പോലീസിന്റെ സഹായത്തോടെ BJP ചെയ്യുന്നത്. പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്. പാർലമെന്റിന് മുന്നിൽ BJPക്കെതിരെ കളിച്ച നാടകത്തിന്റെ ലക്ഷ്യം അയോധ്യ അമ്പലക്കൊള്ളയാണ്. ഈ കേസിൽ BJPക്കാർ ഒത്തുകളിക്കുന്നുവെന്ന് പുറം ലോകത്തിനെ അറിയിക്കുവാനാണ് പാർലമെന്റിന് മുന്നിൽ ഇന്ത്യ സഖ്യം നാടകം കളിച്ച് പ്രതിഷേധിച്ചത്. ഇതിൽ മതവികാരം വ്രണപ്പെടുത്താൻ മാത്രം ഒന്നുമില്ലെന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ BJPക്കാരുടെ ലക്ഷ്യം മതവികാരം സംരക്ഷിക്കുക എന്നതല്ല, മറിച്ച് രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ അയോഗ്യത കൽപ്പിക്കുക എന്നത് മാത്രമാണ്. വാരണാസിക്ക് പുറമെ ഡൽഹി ജഹാംഗീർപുരി പോലീസ് സ്റ്റേഷനിലും വിഷയത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. സൂര്യ മൈഥിലാണ് പരാതി നൽകിയത്. പ്രതിഷേധത്തിലൂടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് ഈ പരാതിയിലെയും ഉള്ളടക്കം. പ്രതിഷേധത്തിനിടെ ഭക്തരുടെ മതചിഹ്നങ്ങളെ അപമാനിച്ചെന്നും രാമലല്ലയുടെ ചിത്രം പപ്പു യാദവ് കാലിനിടയിൽ വച്ചുവെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പാർലമെന്റ് സമുച്ചയത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ പപ്പു യാദവ് കാവ്യ വസ്ത്രം ധരിച്ച് ക്ഷേത്ര പുരോഹിതന്റെ വേഷത്തിലെത്തുകയായിരുന്നു. കയ്യിൽ രാമന്റെ ചിത്രം പിടിച്ചായിരുന്നു പ്രതിഷേധം. രാമക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകിയ സംഭാവനകൾ തട്ടിയെടുത്തുവെന്ന ആരോപണം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന നാടകവും പ്രതിപക്ഷ MPമാർ ചേർന്ന് നടത്തി. ഇത് BJPക്ക് വലിയ നാണക്കേട് സമ്മാനിച്ചിരുന്നു. നാടകത്തിൽ ഭക്തരുടെ വേഷത്തിലെത്തിയ MPമാർ സംഭാവന പെട്ടിയിൽ പണം നിക്ഷേപിച്ചു. പുരോഹിതന്റെ വേഷമിട്ട പപ്പു യാദവ് പണം സംഭാവന പെട്ടിയിൽ ഇടുന്നതിന് പകരം പോക്കറ്റിലേക്ക് എടുക്കുന്നതായാണ് അവതരിപ്പിച്ചത്. ഇതിലൂടെ രാമക്ഷേത്ര സംഭാവന തട്ടിയെടുത്തുവെന്ന് ആരോപണം പ്രതീകാത്മകമായി ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കാണിക്കയായി പണം നൽകി നാടകത്തിന്റെ ഭാഗമാകുകയായിരുന്നു. അയോധ്യയിൽ ഭക്തർ നൽകിയ സംഭാവനകൾക്ക് രസീത് നൽകിയില്ലെന്നും തെളിവായ CCTV ദൃശ്യങ്ങൾ നീക്കം ചെയ്തുവെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് സമാജ്വാദി പാർട്ടി MP ധർമ്മേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടിയിരുന്നു. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതേസമയം പാർലമെന്റ് സമുച്ചയത്തിലെ പ്രതിഷേധ രീതിയിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കടുത്ത നിലപാടെടുത്തുവെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധം സനാതന ധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആരോപിച്ചതിന് പിന്നാലെയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടപടികളുമായി രംഗത്ത് വന്നത്.